ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിനാൻ Avala യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നമ്മളെ വീഡിയോ തുടങ്ങുന്നപ്പോൾ നിങ്ങൾ കണ്ടില്ല, നമ്മളൊരു ബക്കറ്റ് പിടിച്ച് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മളിന്ന് ബക്കറ്റ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിന്ന് ബക്കറ്റ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ബക്കറ്റ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആണ്. യൂട്യൂബിൽ തന്നെ കുറേ പേര് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ M4 ജിയോ ചേട്ടൻ, അതുപോലെ തന്നെ വില്ലേജ് ഫുഡ് ചാനലിലെ ഫിറോസ്, മാസ്റ്റർ പീസിൽ ആദിൽ, അങ്ങനെ കുറേ പേര്, പിന്നെ സഞ്ജു ടക്കി, അങ്ങനെ കുറേ പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേര് ടിക്ടോക്കിൽ ചെയ്ത് കണ്ടിട്ടുണ്ട്, കുറേ പേര് കരിഞ്ഞു പോയിട്ടുണ്ട്, ഫെയിലായി പോയിട്ടുണ്ട്, കുറേ പേര് നന്നായിട്ടുണ്ട്. നമ്മളിന്ന് നന്നാവും ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാൽ, നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഡ്യൂറേഷൻ കഴിയുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുളിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ചിക്കനിലെ ഈ ചെസ്റ്റിലും അതുപോലെ തന്നെ ലെഗിലൊക്കെ വരവരനെ കൊടുക്കാം. ഓക്കെ, എന്നാലേ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന മസാല കറക്റ്റ് ഇതിൽ പിടിക്കുകയുള്ളൂ. ചെസ്റ്റിൻ്റെ ഭാഗം പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൻ്റെ ലെഗിലും വരയിട്ട് കൊടുക്കാം. മുറിയാതെ നോക്കണം. നമ്മൾ ചേർക്കുന്ന മസാല കറക്റ്റ് ഇതിൽ സെറ്റായി പിടിക്കേണ്ടിയിട്ടാണ് നമ്മൾ വരയണത്. മസാല റെഡിയാക്കണം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇടുമ്പോൾ സൂക്ഷിക്കുക, മല്ലിപ്പൊടി അധികമായാലും നമ്മുടെ മസാല കരിയാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, പിന്നെ കുറച്ച് ഗരം മസാല. ഇവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അത് പിഴിഞ്ഞ് കൊടുക്കാം. നമ്മളൊരു ഓറഞ്ചിൻ്റെ ഒരു കാൽഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് പിഴിഞ്ഞ് ചാറ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ മിക്സും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. മസാല ഒന്ന് സെറ്റാകാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ മസാല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഈ ചിക്കനിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഈ ചെസ്റ്റിലൊക്കെ നമ്മുടെ മസാല തേച്ച് സെറ്റാക്കി വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ നിർത്തിച്ചുവിടാനുള്ള പരിപാടി ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു മുളക് കുറ്റി എടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ തറച്ച് വെക്കാം. നമ്മളിപ്പോൾ പാടത്തായതുകൊണ്ട് അടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ അയച്ചാൽ നമ്മൾ മുൻപേ കുഴി എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മണ്ണൊക്കെ നനച്ചിട്ട് ശേഷം ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മുള ഇവിടെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഇതിനേക്ക് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ മുളംകുറ്റി ഇവിടെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മുളംകുട്ടിയിൽ നേരിട്ട് നമ്മുടെ ചിക്കൻ വെച്ച് അടി കരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള അലൂമിനിയം ഫോയിൽ, ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ട് ഇതുപോലുള്ള അലൂമിനിയം ഫോയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ ചെറിയൊരു ഹോൾസ് ഇടുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ വെക്കുന്നിടത്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ കരിയാതെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടി കുത്തിക്കാറ്റി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ നമ്മുടെ ഈ മുളമ്പിൽ വെച്ച് ചുടുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കാല് വേവിൽ അടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മുടെ ഇവിടെ സേഫായിട്ട് കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ബാംബൂ സ്റ്റിക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മുളയിലേക്ക് നമ്മുടെ ഈ ചിക്കനെ കാട്ടി വെച്ച് കൊടുക്കാം. ഓക്കെ, അടിയൊന്നും തട്ടിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ ഈ കാല് നമുക്കൊരു കോപ്പർ വയർ വെച്ച് കെട്ടി വെച്ച് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ വെന്ത് കഴിയുമ്പം ചിക്കൻ ചിലപ്പോൾ കാല് ഉരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ബക്കറ്റ് വെച്ച് നമ്മുടെ ഈ ചിക്കനെ
അടച്ചു വെക്കുകയാണ്. നിലത്തൊന്നും മുട്ടാണ്ട് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്യൂല് റെഡിയാക്കണം. ഇനി നമുക്ക് നമ്മുടെ അലൂമിനിയം ഫോയിൽ ഇതിലെ സൈഡിലേക്ക് മടക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ അലൂമിനിയം ഫോയിൽ നമ്മുടെ ഇതിലെ സൈഡേക്ക് മടക്കി കൊടുക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് ഓലക്കണിയാണ്. നമുക്ക് ഓലക്കണി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഫ്രണ്ട്സ് അടിയിൽ തീപിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം കൊണ്ട് നമ്മളിത് കത്തി റെഡിയാകുന്നതാണ്. ഇതിന് ഏകദേശം നമുക്ക് വേണ്ടി വരും ഒരു 15 മിനിറ്റോളം കുക്കിംഗ് ടൈം വരും. അപ്പോൾ 15 മിനിറ്റ് വരെ നമ്മൾ ഇതിൽ ഫ്യൂൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വിചാരിക്കും. നമ്മൾ 20 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റിനടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കണലൊക്കെ ഒന്ന് നമ്മൾ തട്ടി മാറ്റിയതാണ്. കുറച്ചുകൂടി കണൽ മാറാനുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ചൂട് ഓർമ്മയുണ്ട്. നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് നമുക്കിത് എടുത്തു നോക്കാം. ഓക്കെ, അയ്യോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആയ് രക്ഷയില്ല. ഇനി ഫ്രണ്ട്സ് നമുക്കിത് ഈ കുറ്റിമൊന്നൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ആയ് ഇതാണ് നമ്മുടെ ചിക്കൻ. നമ്മളിതിലൊരു ബാമ്പൂ സ്റ്റിക്കൊക്കെ വെച്ചായിരുന്നു, അത് ഒറ്റ കരിഞ്ഞു പോയി. അയ്യോ കിട്ടുന്നില്ല. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കഴുത്ത് വളച്ച് വെച്ചാൽ ചെയ്തത്. സാധാരണ കഴുത്തൊന്നും പറ്റിയില്ല കേട്ടോ. കഴുത്ത് കരിഞ്ഞൊന്നും പോയില്ല. നമ്മുടെ ഇവിടെ നമ്മൾ കോപ്പർ വയർ വെച്ചിരുന്നു, അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ കോപ്പർ വയറൊക്കെ കഴിച്ച് നമ്മുടെ ചിക്കൻ കുട്ടൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടി ഉണ്ട്, നമുക്ക് കഴിച്ച് കാണിക്കാം. അതാണ് നമ്മൾ അടുത്ത പരിപാടി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ റെഡിയായി സെറ്റായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചേ നമ്മൾ വെച്ച മസാലയൊക്കെ ഉരുകിപ്പോയി, ചിക്കനൊക്കെ കൂടി എന്താ പറയുക കരിഞ്ഞു പോയിട്ടുണ്ടാവും, നെല്ല് മാത്രമേ ഉണ്ടാവും. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം നന്നായി തന്നെ നമ്മുടെ ബക്കറ്റ് ചിക്കൻ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ടെസ്റ്റ് ചെയ്യണം, അതാണ് നമ്മുടെ പണി. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചെറുനാരകയുടെ പീസ് എടുത്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ ജസ്റ്റ് പീസ് കിള്ളി എടുക്കുകയാണ്. അടിപൊളി, രക്ഷയില്ല കേട്ടോ. നമ്മളാ എന്താ പറയുക ചെറുനാരങ്ങ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആഹാ രക്ഷയില്ല കേട്ടോ. ക്യാമറ വച്ചാനും വേണ്ടേ? നമ്മുടെ ക്യാമറ വച്ചാനൊരു പീസ് കൊടുക്കണം. ക്യാമറ വച്ചാനിതാ. ക്യാമറ വച്ചാൽ ക്യാമറയിൽ വരാൻ ആണാണെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ പ്രതീക്ഷ കടത്തി വെട്ടിയിട്ടുണ്ട്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ആണെന്ന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. രക്ഷയില്ല. എന്താ പറയുക, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഓറഞ്ചൊക്കെ വെച്ചുകൊണ്ട് അത് വേറെ വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഓറഞ്ച് സ്പ്രേ ചെയ്ത് വെക്കാം. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം കഴിച്ച് തീർക്കുന്നത് നമ്മുടെ കുറച്ച് മച്ചാന്മാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കും കൊടുക്കണം കുറച്ച്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയായിട്ട് വന്നിരുന്നു. നമ്മൾ വിചാരിച്ച ഫെയിലായി പോകുന്നതാണ് സത്യത്തിൽ. നമ്മൾ അത്ര പ്രതീക്ഷ ഇല്ലായിരുന്നു. അതിന് മുമ്പ് നമ്മൾ ട്രയൽ നോക്കിയിരുന്നു, വീഡിയോ നമ്മൾ എടുത്തില്ല. അപ്പോൾ അതിൽ സക്സസ് ആയിരുന്നു. നമുക്ക് സക്സസ് ആവുന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. എന്നാൽ അടിപൊളിയായിട്ടാണ് നമ്മുടെ ചിക്കൻ റെഡി ആയിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ക്യാമറ വച്ചാൻ ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടിപൊളിയായിരുന്നില്ലേ? നമ്മുടെ മസാലയൊക്കെ നന്നായി പിടിച്ചു. പിന്നെ ഓറഞ്ച് വെച്ചതുകൊണ്ട് ഒരു സ്പെഷ്യൽ വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാത്തതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഓറഞ്ച് വെച്ചുകൊണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഇത്രയെന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി സിനാൻ അവളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ സിനാൻ അവള സൈനിങ് ഔട്ട്.